ആഗോള അയ്യപ്പ സംഗമത്തെ ചൊല്ലി മുന്നണികളുടെ ചേരിപ്പോര്. സംഗമത്തിൽ പങ്കെടുക്കേണ്ടെന്ന് UDF തീരുമാനിച്ചപ്പോൾ ബദൽ സംഗമ നീക്കത്തിലാണ് BJP. വിശ്വാസികൾക്കൊപ്പമാണ് CPIM എന്ന സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവർത്തിച്ചു. സംഗമത്തിന്റെ നടത്തിപ്പിൽ സുതാര്യത ഇല്ലെന്ന് ഹൈക്കോടതി വിമർശിച്ചു. വിശ്വാസികളുമായി ബന്ധപ്പെട്ട പരിപാടി എന്ന നിലയിൽ ആഗോള അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കുമെന്ന് പറയാൻ UDF തയ്യാറല്ല. അതേസമയം മുന്നണി നേതാക്കൾ ആരും സംഗമത്തിൽ പങ്കെടുക്കില്ല. അല്ല, ഞങ്ങൾ ബഹിഷ്കരിക്കുന്നൊന്നുമില്ല. ഞങ്ങൾ പറയുന്നത് ഈ കപട അയ്യപ്പ ഭക്തിയും അതിൻ്റെ പേരിൽ നടത്തുന്ന ഈ രാഷ്ട്രീയ മുതലെടുപ്പും അയ്യപ്പ ഭക്തരെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഈ മാസം 20-ന് പമ്പയിൽ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ഈ മാസം 22-ന് പന്തളത്ത് വിശ്വാസ സംഗമം സംഘടിപ്പിക്കാനാണ് സംഘപരിവാർ സംഘടനകളുടെ തീരുമാനം. ഈ വരുന്ന 22-ാം തീയതി പന്തളം കേന്ദ്രീകരിച്ചുകൊണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സമഗ്രമായ ഒരു സംഗമം നടത്താനായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. വർഗീയതയ്ക്കെതിരായിരിക്കും ആഗോള അയ്യപ്പ സംഗമമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPIM വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, വിശ്വാസികൾക്കൊപ്പമാണ്. ഇന്നലെയുമാണ്, ഇന്നുമാണ്, നാളെയുമാണ്. താത്തി അവരോർത്ത് ഞാനിപ്പോൾ പോയിട്ടില്ല. അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പിൽ സുതാര്യതയില്ലെന്ന് ഹൈക്കോടതി വിമർശിച്ചു. അയ്യപ്പന്റെ പേരിൽ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് പണം പിരിക്കുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണമെന്ന് കോടതി പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമം തടയണം എന്ന ഹർജിയിലാണ് നിരീക്ഷണം. 24 തിരുവനന്തപുരം.